കാനഡയിലെ ഓരോ മലയാളി സുഹൃത്തുക്കൾക്കും ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രവാസ ജീവിതത്തെയും ഭാവി പദ്ധതികളെയും നേരിട്ട് ബാധിക്കുന്ന വലിയൊരു മാറ്റത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. 2024 ഏപ്രിൽ 1 മുതൽ കാനഡയുടെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ കേവലം അക്കങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഇവിടെ ജീവിക്കുന്ന നമുക്കും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ നിർണായകമാണ്. കാനഡയിൽ ജീവിക്കുന്ന ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും ഭാഗമായ ഒരാളെന്ന നിലയിൽ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കാനഡ ഗവൺമെന്റ് ഇമിഗ്രേഷൻ ഫീസുകളിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഏകദേശം 10% വർധനവാണ് ഓരോ ആപ്ലിക്കേഷൻ കാറ്റഗറിയിലും വന്നിരിക്കുന്നത്. റൈറ്റ്സ് ഓഫ് പെർമനന്റ് റെസിഡൻസ് ഫീ അഥവാ ROPR ഫീ $515 $575 ഉയർന്നു. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊരു ചെറിയ തുകയായി തോന്നാം. എന്നാൽ ഒരു കുടുംബവുമായി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർധനവ് വലിയൊരു ബാധ്യത തന്നെയാണ്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം വഴിയോ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴിയോ PR-ന് അപേക്ഷിക്കുന്നവർക്ക് പ്രിൻസിപ്പൽ അപേക്ഷകന് നൽകേണ്ടി വരുന്ന തുക $850 $950 ഉയർന്നു. നമ്മുടെ കൂടെയുള്ള പങ്കാളിക്കും ഇതേ തുക തന്നെ നൽകണം. കുട്ടികളുടെ ഫീസിലും വർധനവുണ്ട്. ചുരുക്കത്തിൽ 4 അംഗങ്ങളുള്ള ഒരു മലയാളി കുടുംബം PR-നായി അപേക്ഷിക്കുമ്പോൾ മുൻപത്തേക്കാൾ വലിയൊരു തുക ഇപ്പോൾ മാറ്റിവെക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് കാനഡ ഗവൺമെന്റ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാനഡയിലെ നിലവിലെ സാമ്പത്തിക സാഹചര്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇവിടുത്തെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ സേവനങ്ങൾ നൽകുന്നതിന് ഗവൺമെന്റിന് ചിലവാക്കുന്ന തുകയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ ചിലവുകൾ അപേക്ഷകളിൽ നിന്ന് തന്നെ ഈടാക്കുക എന്ന പോളിസിയാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അഥവാ IRCC ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 2 വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ ഫീസ് പുതുക്കി നിശ്ചയിക്കാനുള്ള അധികാരവും അവർക്കുണ്ട്. 2020 ആരംഭിച്ച ഈ രീതിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വർധനവ് വന്നിരിക്കുന്നത്. മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം 2 തരത്തിലാണ് ബാധിക്കുന്നത്. ഒന്ന്, നിലവിൽ വർക്ക് പെർമിറ്റിലോ സ്റ്റുഡന്റ് വിസയിലോ ഇവിടെയുള്ളവർ PR-നായി അപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ അധിക തുക കണ്ടെത്തണം. 2, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു അധിക സാമ്പത്തിക ഭാരമായി മാറുന്നു. ഇതിനു പുറമെയാണ് കാനഡയിലെ താമസ സൗകര്യങ്ങളുടെയും ജീവിത ചെലവുകളുടെയും വർധനവ്. ഒരു വശത്ത് ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുകയും മറുവശത്ത് ചെലവുകൾ കൂടുകയും ചെയ്യുന്നത് കാനഡയെ ഒരു സ്വപ്നഭൂമിയായി കാണുന്ന പലരെയും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം നമ്മൾ കാണാതെ പോകരുത്. കാനഡ എപ്പോഴും കഴിവുള്ളവരെ സ്വാഗതം ചെയ്യുന്ന രാജ്യം തന്നെയാണ്. ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, IT തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് ഇന്നും ഇവിടെ വലിയ അവസരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ നേഴ്സുമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും കാനഡ നൽകുന്ന സുരക്ഷിതത്വവും ജീവിത നിലവാരവും ഇവിടുത്തെ ഫീസ് വർധനവിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഈ ഫീസ് വർധനവ് ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം PR-നായി കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് അതൊരു ആശ്വാസമാകും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ്. പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള സമയപരിധിയിൽ വരുത്തിയ മാറ്റങ്ങളും വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിലെ പുതിയ നിബന്ധനകളും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഇമിഗ്രേഷൻ ഫീസ് വർദ്ധിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കുക എന്നത് മുൻപത്തേക്കാൾ പ്രയാസകരമായി മാറുകയാണ്. പക്ഷെ ശരിയായ പ്ലാനിങ്ങും കൃത്യമായ വിവരങ്ങളും ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ സാധിക്കും. കാനഡയിലെ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം അതിന്റെ ഇമിഗ്രേഷൻ പോളിസികളിൽ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. കേവലം എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് പകരം ഗുണനിലവാരമുള്ളതും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ട് സംഭാവന നൽകാൻ കഴിയുന്നതുമായ ആളുകളെ മാത്രം സ്വീകരിക്കുക എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വെറുതെ ഒരു വിസ സംഘടിപ്പിച്ച് വരുന്നതിനേക്കാൾ ഇവിടുത്തെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ സ്വയം പ്രാപ്തരായി വരിക എന്നതാണ് പ്രാധാന്യം. ഈ മാറ്റങ്ങൾക്കിടയിലും കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാസികളായി നമുക്ക് ഈ 2 രാജ്യങ്ങളും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. കാനഡയിലെ നിയമങ്ങൾ മാറുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളെയും നാട്ടിലെ നമ്മുടെ സമ്പാദ്യത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിയമമാറ്റവും കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. ഏപ്രിൽ 1 വന്ന മാറ്റങ്ങൾ പ്രകാരം എല്ലാ PR അപേക്ഷകൾക്കും ഫീസ് വർധനവ് ബാധകമാണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഫെഡറൽ ഹൈ സ്കിൽഡ്, പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം, ക്യൂബക് സ്കിൽഡ് വർക്കേഴ്സ്, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ ക്ലാസ് തുടങ്ങിയവയിലെല്ലാം ഈ മാറ്റങ്ങൾ കാണാം. സ്പോൺസർഷിപ്പ് അപേക്ഷകൾ നൽകുന്നവർക്കും ഇപ്പോൾ കൂടുതൽ തുക ചിലവാക്കേണ്ടി വരും. പ്രായമായ മാതാപിതാക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ബാധകമാണ്. ചുരുക്കത്തിൽ കാനഡയിലെ പ്രവാസ ജീവിതം കൂടുതൽ ചിലവേറിയതാവുകയാണ്. എന്നാൽ ഇതിനൊരു പ്രതിസന്ധിയായല്ല, മറിച്ച് മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമായി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിയമങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാനഡയിലെ ഓരോ മലയാളിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമുക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റും.